വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റാണ് കാണിച്ചു തരുന്നത്. ഉത്തരം ഞാനിപ്പോൾ പറയില്ല, ലാസ്റ്റാണ് പറയുക. എല്ലാവരും പറ്റുന്നവരൊരു പെന്നും ഒരു പേപ്പറും എടുത്ത് കയ്യിൽ വെക്കുക. അപ്പോൾ ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡ് വീതം സമയം ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ ആൻസർ എഴുതി വെക്കുക കേട്ടോ, ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്. ചോദ്യം 1. എപ്പോഴാണ് നിങ്ങൾക്ക് എൻജിൻ ഓഫ് ചെയ്യാതെ നിങ്ങളുടെ വാഹനം ഒരു റോഡിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളത്? നിങ്ങളുടെ വാഹനം 5 മിനിറ്റിൽ താഴെ പാർക്ക് ചെയ്താൽ, ബാറ്ററി മോശമാണെങ്കിൽ, 20 km/h സോണിൽ ആയിരിക്കുമ്പോൾ ഒരു അവസരത്തിലും പറ്റില്ല. ആൻസർ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻസർ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? നൽകാം, കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി. നൽകാം, ആ വ്യക്തി ഡ്രൈവിംഗ് വിദഗ്ധനാണെങ്കിൽ. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം ഇല്ല, കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. അത് ഗുരുതരമായ കുറ്റമാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്, നമുക്ക് ടൈം 30 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൗണ്ട് അബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ഓർക്കുക. ഉത്തരം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്, അത് അവസാനം കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മാതൃക ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതാണ് മോക്ക് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? 4 ഓപ്ഷൻസ് ഉണ്ട്. റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞ ബോക്സിൽ വാഹനം നിർത്താൻ പാടില്ല. കാൽനട ക്രോസിംഗിലോ അതിൻ്റെ 5 മീറ്റർ മുമ്പോ വാഹനം നിർത്തരുത്. വേഗത കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആയ പാതയിൽ വാഹനം നിർത്തരുത്. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വലത്തോട്ടുള്ള ഹെയർ പിൻ ബെൻഡ് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പറ്റുന്നവരൊക്കെ നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷ കേന്ദ്രം എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഓൾ ഓഫ് ദി എബോവ് ഉണ്ട്. ഇതിൽ പ്രഥമ ശുശ്രൂഷ കേന്ദ്രം എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തനിക്ക് തെറ്റാണെന്നറിയാവുന്നതോ സത്യമായ വിശ്വസിക്കാവുന്നതോ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോഡിൻ്റെ സൈഡിൽ വെള്ളവര വരച്ചിരിക്കുന്നത് എന്തിന്? പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഓവർടേക്കിംഗ് പാടില്ല. കാരേജ് വേയുടെ അറ്റം നിർത്തുവാൻ പാടില്ല. ഞാനിപ്പോൾ സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് 30 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യണം. സ്പീഡിൽ വായിച്ച് ഓപ്ഷൻസും അതേ സ്പീഡിൽ തന്നെ വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വേദന കുറയ്ക്കുന്നതിനും അപകട ചികിത്സയുടെ മുൻഗണനകൾക്കും പരിക്ക് വഷളാകാതിരിക്കാനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തടയാനും അപകടത്തിൽപ്പെട്ടയാളെ കൂടുതൽ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മുകളിൽ പറഞ്ഞവയെല്ലാം. പത്താമത്തെ ക്വസ്റ്റ്യൻ. MSM തത്വത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ദിശ മാറ്റാനുള്ള നിങ്ങളുടെ ഉദ്ദേശം അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. കിട്ടിയവർ കമൻറ്റ് ചെയ്യുക. 11ാമത്തെ ക്വസ്റ്റ്യൻ. ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത്. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. നിയമപരമായി ശിക്ഷാർഹമല്ല, പിഴ മാത്രം ആകർഷിക്കപ്പെടുന്നു, പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ഒന്നും ശരി ഉത്തരമല്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ.
EIB സ്കൂൾ ബസ്സുകൾക്കും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര? 50, 60, 70, 80 ഓപ്ഷൻസ് ആണ്. മണിക്കൂറിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇടത്തോട്ട് തിരിയുക. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ രാത്രിയിൽ ഒരു കാറിനെ മറികടക്കുകയാണ്. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? റോഡ് ഉപയോക്താക്കളെ അമ്പരപ്പിക്കരുത്. ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്യുക. പിൻഭാഗത്തെ ഫോഗ് ലൈറ്റുകൾ ഓണാക്കിയിരിക്കുന്നു. ഹെഡ് ലൈറ്റ് ഡിം ചെയ്യുക. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ വ്യക്തമായ കാഴ്ച തടസ്സപ്പെടുത്തുന്നത് കുറ്റമാണോ? ഒരെണ്ണം പ്രദർശിപ്പിച്ചാൽ മതി. അത് എല്ലാ സമയത്തും മറയ്ക്കാൻ അനുവാദമുണ്ട്. നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്നതിന് തടസ്സമില്ല. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ. ഒരു റോഡപകടത്തിന് ശേഷം രമ്യമായ ഒരു ഒത്തുതീർപ്പിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? നിശബ്ദമായി രംഗം വിടുക. ഉടൻ പോലീസിനെ വിളിക്കുക. മറ്റ് ഡ്രൈവർമാർ ഫോൺ നമ്പറുകൾ കൈമാറുക. ഡ്രൈവർ പോകുന്നതുവരെ കാത്തിരിക്കുക. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ. മദ്യം പ്രതികൂലമായി ബാധിച്ചേക്കാം. ജാഗ്രത, കാഴ്ച, തീരുമാനമെടുക്കുന്നതിൽ മുകളിൽ പറഞ്ഞവയെല്ലാം. 4 ഓപ്ഷൻസ് ഉണ്ട്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? കാൽനടയാത്രക്കാർക്ക് കാൽനട ക്രോസിംഗിൽ അവകാശമുണ്ട്. റോഡ് മുറിച്ചു കടക്കാൻ അവകാശമില്ല. വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കണം. റോഡ് ക്രോസിംഗിൽ കാൽനടയാത്രക്കാർ സാവധാനം നീങ്ങണം. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ. നഗര റോഡുകൾ ഒഴികെ കേരളത്തിലെ എല്ലാ റോഡുകളിലും ഇരുചക്ര വാഹനങ്ങൾക്ക് അനുവദനീയമായ പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ്: മണിക്കൂറിൽ 50, 60, 70, 80. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തും ഇടതുവശത്തും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് വഴി നൽകേണ്ടത്? പോലീസ്, ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ, MVDയുടെ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പബ്ലിക് ടെലിഫോൺ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? ഓപ്ഷൻ A, B, C, D. ഇരുപത്തിമൂന്ന്. നിങ്ങൾ രാത്രി നല്ല വെളിച്ചമുള്ള റോഡിൽ വാഹനം ഓടിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും ഹൈ ബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ലോ ബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക. ഫോഗ് ലാമ്പ് ഉപയോഗിക്കുക.
24ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് സിദ്ധാന്തത്തിൽ MSM എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിറർ സ്ലോ ഡൗൺ മനോവർ, മിറർ സിഗ്നൽ മനോവർ, മനോവർ സിഗ്നൽ മിറർ, മനോവർ സ്ലോ ഡൗൺ മിറർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? A, B, C, D. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്, ഓപ്ഷൻസാണ്. നന്നായിട്ട് വായിക്കുക. ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ, ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനം ഒരു വശത്തേക്ക് വലിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ചുറ്റുമുള്ള ടയറുകൾ മാറ്റുക, ബ്രേക്ക് ചെയ്യുമ്പോൾ പെഡൽ പമ്പ് ഉപയോഗിക്കുക, വാഹനം നിർത്താൻ ഒരേ സമയം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, നിങ്ങളുടെ മെക്കാനിക്കിനെ സമീപിക്കുക. ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? ഒരു സ്കൂൾ പ്രവേശന കവാടത്തിന് സമീപം, പോലീസ് സ്റ്റേഷന് സമീപം, സൈഡ് റോഡിൽ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഇരുപത്തെട്ട്, ഒരു സിഗ്സാഗ് ലൈനിൽ നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നിർത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഉണ്ട്. ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, MSM PSL തത്വം അനുസരിച്ച് ദിശ മാറ്റുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? A, B, C, D. ഓപ്ഷൻസ്: സിഗ്നൽ പൊസിഷൻ, സ്പീഡ്, ലുക്ക്, മാനുവർ, മിറർ സിഗ്നൽ ലുക്ക് പൊസിഷൻ സ്പീഡ്, ലുക്ക് സിഗ്നൽ പൊസിഷൻ സ്പീഡ്, മിറർ മാനുവർ, മിറർ സിഗ്നൽ പൊസിഷൻ സ്പീഡ്, ലുക്ക് മാനുവർ. ലാസ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള കണ്ണട ധരിക്കരുത്? ഹാഫ് മൂൺ, വൃത്താകൃതിയിലുള്ളവ, ബൈഫോക്കൽ, ടിൻഡഡ്. ഇനി ആൻസർ നോക്കാം. എൻജിൻ ഓഫ് ചെയ്യാതെ നിങ്ങളുടെ വാഹനം ഒരു റോഡിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളത് എപ്പോൾ? ഓപ്ഷൻ ഡി ആണ്, ഒരു അവസരത്തിലും പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? ഇല്ല, കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. റൗണ്ട് എബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റൗണ്ട് എബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ചിഹ്നം. പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഡി ആണ് ആൻസർ. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വലത്തോട്ട് ഹെയർ പിൻ ബെൻഡ് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണെന്നായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ, വലത്തോട്ടുള്ള ഹെയർ പിൻ ബെൻഡ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷ കേന്ദ്രം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണെന്നാണ്? എ ആയിരുന്നു ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി, 2000 രൂപ. റോഡിൻ്റെ സൈഡിൽ വെള്ളവര വരച്ചിരിക്കുന്നത് അർത്ഥമാക്കുന്നത് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു, കാരേജ് വേയുടെ അറ്റം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. MSM തത്വത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ. പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, ഉപഭോക്താക്കളെ മനസ്സിലാക്കാനും ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പിഴയും ലൈസൻസും സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹം. 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു, മണിക്കൂറിൽ 50 കിലോമീറ്റർ. 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു.
14-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്യുക. ബി ആയിരുന്നു ആൻസർ. 15-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതേ എല്ലാ സമയത്തും. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. നമ്പർ പ്ലേറ്റുകളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. 16-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉടൻ പോലീസിനെ വിളിക്കുക. 18-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, എല്ലാ കാൽനട ക്രോസിങ്ങിലും കാൽനട യാത്രക്കാർക്ക് അവകാശമുണ്ട്. 19-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു, മണിക്കൂറിൽ 60 കിലോമീറ്റർ. 18-ാമത്തേത് ഓപ്ഷൻ എ, 19-ാമത്തേത് ഓപ്ഷൻ ബി. 20-ാമത്തെ ചോദ്യം, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. 21-ാമത്തേത് ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. 22-ാമത്തേത് ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. 23-ാമത്തേത് ഓപ്ഷൻ ബി ആയിരുന്നു. 24-ാമത്തേത് ഓപ്ഷൻ ബി ആയിരുന്നു. 23-ാമത്തേത് ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. 24-ാമത്തെ ആൻസർ മിറർ സിഗ്നൽ മാനുവർ. 23-ാമത്തേത് ബിയും 24-ാമത്തേതും ബി ആയിരുന്നു ആൻസർ. 25-ാമത്തേത് 15 വർഷത്തേക്ക് റോഡ് ടാക്സ് മുൻകൂറായി അടയ്ക്കുന്നതിനാൽ വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാം എന്നായിരുന്നു ഓപ്ഷൻ ഡി ആൻസർ. 27-ാമത്തേത് ഓപ്ഷൻ ഡി ആയിരുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നായിരുന്നു ആൻസർ. 28-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു, വാഹനം നീങ്ങുന്നത് വരെ കാത്തിരിക്കുക, കാൽനട യാത്രക്കാർ പോകാനുള്ള സാധ്യത. 29-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ഓപ്ഷൻ ഡി ആയിരുന്നു, മിറർ സിഗ്നൽ പൊസിഷൻ സ്പീഡ് ലുക്ക് മാന്യുവർ. MSM PSL തത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. 30-ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കണ്ണട ധരിക്കരുത് എന്ന ചോദ്യത്തിന് ഓപ്ഷൻ ഡി ടിൻഡഡ് ആയിരുന്നു ആൻസർ. അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഉത്തരങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ബ്ലർ ചെയ്ത് ലാസ്റ്റ് പറഞ്ഞത്, ഇതുപോലെയാണ് നമ്മൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം. ഈ തന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് തരുന്നത്. ഞാൻ ലെവൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കാണാം. ലെവലുകൾ കഴിഞ്ഞ ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് വരാം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ലെവൽസ് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ ലെവലിലും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. കാരണം ലെവലിൽ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ ലെവലിൽ ഉണ്ടാവും. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മിക്സ്ഡ് ആണ്. സിഗ്നൽസിനെ കുറിച്ചും പിന്നെ ഇങ്ങനെ തിയറീസും എല്ലാം അടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലെവൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നന്നായി പഠിച്ച ശേഷം മോക്ക് ടെസ്റ്റ് വന്നിട്ട് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടീസും കൂടി ആവും എക്സാമിനേക്കുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.